ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഇഡിയംസ് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്ന് ഞാൻ പറയാം. ഒന്നാമത്തെയാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞത് എ ലിറ്റിൽ നോൺ പേഴ്സൺ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കം സക്സസ്ഫുൾ. അതായത് തലേദിവസം വരെ അറിയാതിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരാലും അറിയപ്പെടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാട്ട് കൊണ്ട് തന്നെയാണ് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന മനുഷ്യൻ. അതുവരെ നമ്മൾ അറിയില്ലായിരുന്നു അയാളെ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു കറുത്ത കുതിരയായിട്ട് പായുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടേമിലാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. ലിറ്റിൽ നോൺ പേഴ്സൺ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കം സക്സസ്ഫുൾ. അതേപോലെ തന്നെ ഗണ്ണം സ്റ്റൈൽ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ അയാളും ഒരു ഡാർക്ക് ഹോഴ്സ് തന്നെയായിട്ടാണ് പെട്ടെന്ന് വന്നത്. ദെൻ ഡച്ച് കറേജ് എന്ന് പറയുന്നത്, ഈ ഡച്ച് കറേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. അതായത് കള്ള് കുടിച്ചാൽ മാത്രം ഞാൻ 2 കുപ്പി അടിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ 2 ഗ്ലാസ് അടിച്ചിട്ട് വേണം വീട്ടിലേക്കൊന്ന് പോകാനായിട്ട് പെരുമാറാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മിഥ്യാധാരണ, കള്ള് കുടിച്ചാൽ വരുന്ന ഒരു ധൈര്യം, അതാണ് ദ കറേജ് ഷോൺ വെൻ വൺ ഈസ് ഡ്രങ്ക്. അതായത് കുടിച്ചാൽ കിട്ടുന്ന ഒരു ധൈര്യം എന്നൊക്കെ പറയില്ലേ, അതാണ് എന്ത് പറയുന്നത്, ഡച്ച് കറേജ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണല്ലേ. ദെൻ ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് നമ്മൾ മലയാളത്തിലുണ്ട്. അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. ചില ആൾക്കാരുണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. അതേപോലെ തന്നെ പുര കത്തുമ്പോൾ വാഴ വെട്ട്. ഇതിൻ്റെ സമാനപരമായിട്ടുള്ള മലയാളം ചൊല്ലുകളാണ് ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ്, മേക്ക് പ്രോഫിറ്റ് വെൻ അതേഴ്സ് ആർ ഇൻ ട്രബിൾ. അതായത് മറ്റുള്ളവർ വിഷമത്തിലായിരിക്കുമ്പോൾ ആ വിഷമത്തിൽ നമ്മൾ മുതലെടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ, മരിക്കുക എന്നതാണ് അർത്ഥം. പിന്നെ ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല, സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്, ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയാണ് എന്താ പറയുക, ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറയാം. ദെൻ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്, അൺബിലീവബിൾ സ്റ്റോറി. പണ്ട് മലയാള സിനിമയിലൊക്കെ നമ്മൾ സൈനികർ അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ പരാമർശിക്കുമ്പോൾ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ അതിർത്തിയിൽ വെടിവെപ്പൊക്കെ പറയില്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കോക്ക് ആൻഡ് ബുൾ സ്റ്റോറീസാണ് നമ്മൾ അങ്ങനെ സിനിമയിലൊക്കെ അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബിലീവബിൾ സ്റ്റോറി എന്നാണ്. ദെൻ ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ എന്താ, സ്ട്രേഞ്ച് പേഴ്സൺ. നമ്മൾ പറയില്ലേ അവനൊരു വരാലാണ്, അത്ര പിടികിട്ടില്ല പുള്ളിനെ, പഹയൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രേഞ്ച് പേഴ്സൺ. അതായത് ഒരിക്കലും പിടികിട്ടാത്ത, അതായത് മറ്റുള്ളവർക്ക് പിടിതരാത്ത വിധത്തിൽ പെരുമാറുന്ന ആൾക്കാരെയാണ് ക്യൂർ ഫിഷ് എന്ന് പറയുക. ഇനി സ്വാൻ സോങ് എന്ന് വെച്ചാൽ എന്താണ്, ലാസ്റ്റ് പെർഫോമൻസ്. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റേജിലുള്ള ലാസ്റ്റ് പെർഫോമൻസിനാണ് എന്തെന്ന് പറയുന്നത് സ്വാൻ സോങ് എന്ന് പറയുന്നത്. ഇനി വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വെച്ചാൽ യൂസ്ലെസ് പേഴ്സൺ. അതായത് ഒരു നനഞ്ഞ കമ്പിളി പോലെയാണെന്ന് പറയില്ലേ ചിലരിപ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കേസ്, മെജോറിറ്റി ഓഫ് ദ പീപ്പിളുടെ കേസ് എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് PSC കോച്ചിങ്ങിന് പോകണം. അപ്പോൾ നമ്മൾ വീട്ടിൽ ആരോടെങ്കിലും പറയും. അപ്പോൾ അതിന് താല്പര്യമില്ലാത്ത ചില ആൾക്കാർ, അതിപ്പോൾ ഭർത്താവായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മായിച്ചനായിക്കോട്ടെ അമ്മായിമ്മയോ, ഇത് എന്ത് കാര്യമുണ്ട്, എത്ര പഠിച്ചിട്ട് ഇപ്പോൾ ആർക്ക് കിട്ടാനായി PSC പഠിച്ചിട്ട് ജോലി, അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പേഴ്സൺസിനെയാണ് എന്തെന്ന് പറയുക, വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയുക. അതായത് നിരുത്സാഹം, അതായത് ഒരു ഇതില്ല എന്നുവെച്ചൊരു സപ്പോർട്ടീവ് അല്ല, അത്തരത്തിലുള്ള ആൾക്കാരെയാണ് പറയുക യൂസ്ലെസ് പേഴ്സൺ, വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയാം. സ്മെൽ എ റാറ്റ് എന്ന് വെച്ചാൽ ഒരു എലി മണക്കുന്നതെന്നാണ് അർത്ഥം, അല്ല ടു സെൻസ് എ ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. എലി മണക്കുന്നതെന്നല്ല അർത്ഥം. എലി എന്താണ് അങ്ങനെ മൂക്ക് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ, സംതിങ് ഹാപ്പൻഡ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. അതായത് ഡേഞ്ചർ മണക്കുന്നതിനാണെന്ന് പറയുക ടു സ്മെൽ എ റാറ്റ് എന്ന് പറയേണ്ടത്. അല്ലാണ്ട് എലി ചത്തത് മണപ്പിക്കുന്നതിനല്ല അർത്ഥം. എലിയുടെ മൂക്ക് കണ്ടില്ല ഇങ്ങനെ നേരം പറിച്ചുകൊണ്ടിരിക്കും, എന്താണ് വരുന്നത്, പൂച്ചയാണ് വരുന്നത്. അപ്പോൾ ഇത് കോഷ്യസ് ആണ്. അപ്പോൾ ടു സെൻസ് എ ഡേഞ്ചർ ഇൻ അഡ്വാൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.